പ്രിയപ്പെട്ട കുട്ടികളെ, വൺ ക്വസ്റ്റ്യൻ അറ്റ് എ ടൈം സീരീസിലെ 33ാമത്തെ ചോദ്യമാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. വെക്റ്റർ ഓൾജിബ്രയിലെ ആദ്യത്തെ ചോദ്യം. ചോദ്യങ്ങളെല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. 4 പോയിന്റുകൾ തന്നിട്ടുണ്ട്, എ ബി സി ഡി. ആ 4 പോയിന്റുകൾ വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം. ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ, റൈറ്റ് വെക്റ്റർ എ ബി ആൻഡ് വെക്റ്റർ ഡി സി എന്നാണ്. അല്ലേ, 4 പോയിന്റ് തന്നിട്ട് വെക്റ്റർ എ ബിയും വെക്റ്റർ ഡി സിയും കാണാനാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 പോയിന്റുകൾ നമുക്കറിയാമെങ്കിൽ എയുടെ കോർഡിനേറ്റ് x1 y1 z1, ബിയുടെ കോർഡിനേറ്റ് x2 y2 z2 ആണെങ്കിൽ ആ വെക്റ്റർ, അതായത് വെക്റ്റർ എ ബി x2 മൈനസ് x1 ഇൻറ്റു ഐ പ്ലസ് y2 മൈനസ് y1 ഇൻറ്റു ജെ പ്ലസ് z2 മൈനസ് z1 ഇൻറ്റു കെ എന്നാണ്. ഒന്നുകൂടെ പറയാം. x2 മൈനസ് x1 ഇൻറ്റു ഐ പ്ലസ് y2 മൈനസ് y1 ഇൻറ്റു ജെ പ്ലസ് z2 മൈനസ് z1 ഇൻറ്റു കെ. 2 പോയിന്റുകൾ തന്നിട്ട് ആ 2 പോയിന്റുകളെ ജോയിൻ ചെയ്യുന്ന വെക്റ്ററിന്റെ എക്സ്പ്രഷൻ തീർച്ചയായിട്ടും എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ എ ഞാൻ ഇവിടെ എഴുതുന്നു. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. വെക്റ്റർ എ ബി ആണ് വേണ്ടത്, അല്ലേ? വെക്റ്റർ എ ബി ഈക്വൽ ടു x2 മൈനസ് x1 എന്ന് പറയുമ്പോൾ ഇവിടെ x1 y1 z1 3 മൈനസ് 1 2 ആണ്. x2 y2 z2 1 2 നെഗറ്റീവ് 4 ആണ്. അപ്പോൾ x2 മൈനസ് x1 1 മൈനസ് 3 വരും. y2 മൈനസ് y1 2 മൈനസ് മൈനസ് 1 2 പ്ലസ് 1 വരും. z2 മൈനസ് z1 മൈനസ് 4 മൈനസ് 2 എന്ന് വരും. ഓക്കെ, ഇനി ബാക്കിയൊക്കെ ഞാൻ ഇങ്ങനെ ഒന്നും കാണിക്കാതെ തന്നെ എഴുതും. എല്ലാവർക്കും മനസ്സിലാകുമല്ലോ. വെക്റ്റർ എ ബി ഈക്വൽ ടു, ശ്രദ്ധിക്കൂ, x2 മൈനസ് x1 ദാറ്റ് ഈസ് 1 മൈനസ് 3 ഇൻറ്റു ഐ പ്ലസ് y2 മൈനസ് y1 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ 2 മൈനസ് മൈനസ് 1 എന്ന് പറയുമ്പോൾ 2 പ്ലസ് 1 ഇൻറ്റു ജെ. ദെൻ z2 മൈനസ് z1 മൈനസ് 4 മൈനസ് 2, ഓക്കെ, പ്ലസ് മൈനസ് 4 മൈനസ് 2 ഇൻറ്റു കെ. ഇതാണ് വെക്റ്റർ എ ബി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2i ദെൻ 3j പ്ലസ് 3j ദെൻ മൈനസ് 6k. ഇതാണ് വെക്റ്റർ എ ബി എന്ന് നമുക്ക് മനസ്സിലായി. ഇനി വെക്റ്റർ ഡി സി കാണാൻ ചോദിച്ചിട്ടുണ്ട്, അല്ലേ? താഴെ ഞാനത് കാണുന്നു. വെക്റ്റർ ഡി സി ഈക്വൽ ടു, ഇതേപോലെ സിയിൽ നിന്ന് ഡി കുറക്കുകയാണ് വേണ്ടത്. അപ്പോൾ സിയുടെ കോർഡിനേറ്റ് ആണ് x2 y2 z2. എന്ത് വരും പറ? മൈനസ് 1 മൈനസ് 1, ഡിയുടെ ഫസ്റ്റ് കോർഡിനേറ്റ് 1 ആണല്ലോ, 1 ഇൻറ്റു ഐ പ്ലസ് നെക്സ്റ്റ് 1 മൈനസ് മൈനസ് 2 ദാറ്റ് ഈസ് 1 പ്ലസ് 2 ഇൻറ്റു ജെ പ്ലസ് നെക്സ്റ്റ് 2 മൈനസ് 8, ഓക്കെ, 2 മൈനസ് 8 ഇൻറ്റു കെ എന്ന് വന്നു. അന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് 2i ദെൻ പ്ലസ് 3j ദെൻ മൈനസ് 6k എന്ന് കിട്ടി, അല്ലേ? വെക്റ്റർ ഡി സി ഞാൻ കണ്ടപ്പോൾ മൈനസ് 2i പ്ലസ് 3j മൈനസ് 6k എന്ന് കിട്ടി. എന്താ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എയുടെ ആൻസർ പൂർണ്ണമായിട്ടും ചെയ്തപ്പോൾ മനസ്സിലായത്? വെക്റ്റർ എ ബി എന്താണോ അത് തന്നെയാണ് വെക്റ്റർ ഡി സി, അല്ലേ? അപ്പോൾ ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ ബി ഇവിടെ കിട്ടുന്നുണ്ടല്ലോ. എ ബി സി ഡി ഒരു പാരലലോഗ്രാം ആണ് എന്നാണ് കാണിക്കേണ്ടത്. നോക്കൂ, എ ബി സി ഡി പാരലോഗ്രാം ആകണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഈക്വലും പാരലലും ആകണം. അതാണല്ലോ കണ്ടീഷൻ. ഈക്വലും പാരലലും ആവുക എന്ന് പറഞ്ഞാൽ ആ 2 വെക്റ്റർ ഈക്വൽ ആയാൽ മതി. എ ബി എന്നുള്ള വെക്റ്ററും വെക്റ്റർ ഡി സിയും ഈക്വൽ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ലെങ്ത്തും ഈക്വൽ ആയിരിക്കും, ഡയറക്ഷനും സെയിം ആയിരിക്കും, അല്ലേ? അന്നേരം അത് പാരലോഗ്രാം ആവും. അതല്ലേ നമ്മളിവിടെ കാണിച്ചത്? വെക്റ്റർ എ ബിയും വെക്റ്റർ ഡി സിയും ഈക്വൽ ആണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് എഴുതാം. ഇവിടെ ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ ബി ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ക്ലിയർലി, എന്താണ് ക്ലിയർലി? വെക്റ്റർ എ ബി ഈക്വൽ ടു വെക്റ്റർ ഡി സി. വെക്റ്റർ എ ബി ആർക്ക് ഈക്വലാ? വെക്റ്റർ ഡി സിക്ക് ഈക്വൽ ആണ്. വെക്റ്റർ എ ബിയും വെക്റ്റർ ഡി സിയും ഈക്വലാ. വെക്റ്റർ ഈക്വൽ ആകുമ്പോൾ ഡയറക്ഷനും ഈക്വൽ ആകും, മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആകും, അല്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്പോസിറ്റ് പെയർ അങ്ങനെ ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അതൊരു പാരലലോഗ്രാം ആണ് എന്ന് പറയാം. Therefore, ABCD is a
പാരലലോഗ്രാം. ഓക്കെ, ഒരേ ചോദ്യത്തിൽ ഒരുപാട് കൺസെപ്റ്റുകൾ ഉൾക്കൊള്ളുന്ന രൂപത്തിലാണ് ഞാൻ ചോദ്യങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ABCD is a parallelogram. ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ A and B is over. ഈ ഒരു ഫോർമുല എല്ലാവരും കൃത്യമായിട്ട് ഓർത്തിരിക്കണം, കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുകയും വേണം. സൈനൊന്നും തെറ്റരുത്. ഒരു സ്ഥലത്ത് ചിഹ്നം മാറിപ്പോയാൽ ആൻസർ പൂർണ്ണമായിട്ടും തെറ്റും. ഓക്കെ, ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ സിയിലേക്ക് പോകാം. എന്താ ക്വസ്റ്റ്യൻ സി? ഷോ ദാറ്റ് AB പ്ലസ് AD, വെക്ടർ AB പ്ലസ് വെക്ടർ AD ഈക്വൽ വെക്ടർ AC എന്ന് കാണിക്കണം. വെക്ടർ AB മൈനസ് വെക്ടർ AD ഈക്വൽ വെക്ടർ DB എന്നും കാണിക്കണം. ആദ്യം നമുക്കത് കാണിക്കാം. ഓക്കെ, ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ സി. ആദ്യം നമ്മൾ എന്ത് കാണണം? വെക്ടർ AB കാണണം. വെക്ടർ AB നമ്മൾ ഓൾറെഡി തൊട്ട് മുകളിൽ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ? 1 മൈനസ് 3 ഇൻറ്റു I, ദാറ്റ് ഈസ് മൈനസ് 2I. അപ്പുറത്ത് കണ്ടതുകൊണ്ട് ഞാൻ വീണ്ടും ഇവിടെ കാണുന്നില്ല. 2 മൈനസ് മൈനസ് 1 എന്ത് വരും? 3J. ദെൻ മൈനസ് 4 മൈനസ് 2 മൈനസ് 6K. ഇതാണ് വെക്ടർ AB. ഓക്കെ, ഇനി എന്താ വേണ്ടത്? വെക്ടർ AD വേണം അല്ലേ? വെക്ടർ AD എന്താ? വെക്ടർ AD വരിക, വെക്ടർ AD ഈക്വൽ ടു ഡിയിൽ നിന്ന് എ കുറക്കുകയാണ് വേണ്ടത്. അപ്പോൾ 1 മൈനസ് 3 ഇൻറ്റു I, സ്റ്റെപ്പ് എഴുതണ്ടല്ലോ. 1 മൈനസ് 3 ഇൻറ്റു I, ദാറ്റ് ഈസ് മൈനസ് 2I എന്ന് വരും അല്ലേ? ദെൻ മൈനസ് 2 മൈനസ് മൈനസ് 1, മൈനസ് 2 പ്ലസ് 1, ദാറ്റ് ഈസ് മൈനസ് J. ഓക്കെ, ദെൻ 8 മൈനസ് 2, ദാറ്റ് ഈസ് പ്ലസ് 6K എന്ന് വന്നു. അതാണ് വെക്ടർ AD വരുന്നത്. പിന്നെ വെക്ടർ AC കണ്ടുപിടിക്കണം. വെക്ടർ AC ഈക്വൽ ടു പറ, സിയിൽ നിന്ന് എ സബ്ട്രാക്ട് ചെയ്യണം. മൈനസ് 1 മൈനസ് 3, ദാറ്റ് ഈസ് മൈനസ് 4I. നല്ല ശ്രദ്ധ വേണേ. ദെൻ 1 മൈനസ് മൈനസ് 1, ദാറ്റ് ഈസ് പ്ലസ് 2J. ദെൻ 2 മൈനസ് 2, ദാറ്റ് ഈസ് 0K എന്ന് വന്നു. ദെൻ പ്ലസ് 0K, ദാറ്റ് ഈസ് ഒന്നുകിൽ ഒന്നും എഴുതണ്ട, അല്ലെങ്കിൽ 0K എന്ന് എഴുതാം. ഇനി നമുക്ക് എന്താ വേണ്ടത്? AB പ്ലസ് AD കാണണം. ഓക്കെ, നൗ വെക്ടർ AB പ്ലസ് വെക്ടർ AD ഞാൻ കാണുന്നു. വെക്ടർ AB പ്ലസ് വെക്ടർ AD ഈക്വൽ ടു എന്താ? വെക്ടർ AB പ്ലസ് വെക്ടർ AD വരെ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്താൽ മതി. മൈനസ് 2I മൈനസ് 2I ആരാ? മൈനസ് 4I. ദെൻ 3J മൈനസ് J എത്രയാ കിട്ടുക? പ്ലസ് 2J. ദെൻ മൈനസ് 6K പ്ലസ് 6K, ദാറ്റ് ഈസ് 0K. ഓക്കെ, ആരാണത്? മൈനസ് 4I പ്ലസ് 2J എന്ന് പറയുന്നത് അതാണല്ലോ വെക്ടർ AC. അപ്പോൾ വെക്ടർ ABയും വെക്ടർ ADയും ആഡ് ചെയ്യുമ്പോൾ വെക്ടർ AC കിട്ടുന്നു, മനസ്സിലായി? ഇനി എന്താ വേണ്ടത്? വെക്ടർ ABയിൽ നിന്ന് വെക്ടർ AD സബ്ട്രാക്ട് ചെയ്യണം അല്ലേ? വെക്ടർ AB മൈനസ് വെക്ടർ AD ഈക്വൽ ടു എങ്ങനെ സബ്ട്രാക്ട് ചെയ്യുക? മൈനസ് 2I മൈനസ് മൈനസ് 2I എന്താ കിട്ടുക? 0I എന്ന് വരും. അതായത് I ഉള്ള ടൈം ഇല്ല. 3J മൈനസ് മൈനസ് J എത്രയാ? 4J. ദെൻ മൈനസ് 6K മൈനസ് 6K, ദാറ്റ് ഈസ് മൈനസ് 12K എന്ന് വരും. ഓക്കെ, ഇതാണോ വെക്ടർ DB എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് വെക്ടർ DB ഇവിടെ ഞാനൊന്ന് കാണുന്നു. വെക്ടർ DB ഈക്വൽ ടു എന്താ? വെക്ടർ DB കിട്ടാൻ ചെയ്യേണ്ടത് ബിയിൽ നിന്ന് D കുറക്കണം. ബിയിൽ നിന്ന് D കുറക്കുമ്പോൾ 1 മൈനസ് 1 ആണല്ലോ ആദ്യം വരിക അല്ലേ? ബിയിൽ നിന്ന് D കുറക്കുമ്പോൾ 1 മൈനസ് 1 അത് 0 ആണ്. 2 മൈനസ് മൈനസ് 2J ആരാ? 2 മൈനസ് മൈനസ് 2J അത് 4J ആണ്. പിന്നെ മൈനസ് 4 മൈനസ് 8 മൈനസ് 12 അല്ലേ? മൈനസ് 12K ആണ്. ഇപ്പൊ DB 4J മൈനസ് 12K ആണ്. അത് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് വെക്ടർ DB. അപ്പോൾ AB മൈനസ് AD ഈക്വൽ വെക്ടർ DB എന്നും നമ്മൾ വെരിഫൈ ചെയ്തു. ക്വസ്റ്റ്യൻ സിയുടെ ആൻസർ ഇവിടെ പൂർത്തിയായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഒരു പാരലലോഗ്രാമിന്റെ അഡ്ജസൻറ്റ് സൈഡാണ് വെക്ടർ എയും വെക്ടർ ബിയും. ചിത്രം നോക്കൂ നിങ്ങൾ. വെക്ടർ എയും വെക്ടർ ബിയും അഡ്ജസൻറ്റ് സൈഡാണ്. അന്നേരം വെക്ടർ AC അതായത് മുകളിലേക്കുള്ള ഡയഗണൽ A പ്ലസ് B ആയിരിക്കും. ഇതിന്റെ സം ആയിരിക്കും. ഓക്കെ, താഴേക്കുള്ള ഡയഗണൽ വെക്ടർ DB A മൈനസ് B ആയിരിക്കും. അതാണ് നമ്മൾ ഇവിടെ വെരിഫൈ ചെയ്തിട്ടുള്ളത്. മുകളിലേക്കുള്ള ഡയഗണൽ A പ്ലസ് B ആയിരിക്കും, താഴേക്കുള്ള ഡയഗണൽ A മൈനസ് B ആയിരിക്കും. മനസ്സിലായല്ലോ? ശരി, ഇനി ഡിയിലേക്ക് പോകാം. ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് വെക്ടർ AB എന്നാണ്. എന്താ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ? നോക്കൂ, ഇതൊരു വെക്ടറാണ്. ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 3 യൂണിറ്റാണ്. 3 പീസ് കണ്ടില്ലേ നിങ്ങൾ? 3 യൂണിറ്റാണ്. അത് വെക്ടർ A. അപ്പൊ ഒരു യൂണിറ്റ് കിട്ടാൻ ഒരു യൂണിറ്റാണ് അത്ര ഉണ്ടാവുള്ളൂ അല്ലേ? അതിന് A ക്യാപ്പ് എന്നാ സൂചിപ്പിക്കുക. എന്താ ഞാൻ ചെയ്തത്? 3ആയിട്ട് ഡിവൈഡ് ചെയ്തു വെക്ടർ Aനെ അല്ലേ? അപ്പൊ യൂണിറ്റ് വെക്ടർ കിട്ടാൻ ചെയ്യേണ്ടത് വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം.
വെക്ടർ എ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ. മറക്കരുത്, എ ക്യാപ്പ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? വെക്ടർ എ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ. അപ്പോൾ നമുക്ക് ഇവിടെ എ ബിയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് കാണേണ്ടത്. ഓക്കെ, ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ ഡി. എ ബി നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്, അത് നിങ്ങൾ നേരെ അങ്ങ് എടുത്തെഴുതിയാൽ മതി. ആരാ എ ബി എന്ന് പറയുന്നത്? 1 - 3 ദാറ്റ് ഈസ് -2i, then 2 - -1 that is +3j, then -4 - 2 that is -6k. ഇതാണ് വെക്ടർ എ ബി അല്ലേ? നമുക്ക് എന്താ വേണ്ടത്? യൂണിറ്റ് വെക്ടർ ഇൻ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ ബി ആണ് വേണ്ടത്. യൂണിറ്റ് വെക്ടർ ഇൻ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ ബി. വെക്ടർ എ ബിയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാ വേണ്ടത്. അതിനെന്താ നമ്മൾ ചെയ്യുക? വെക്ടർ എ ബിയുടെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, വെക്ടർ എ ബിയുടെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ്സ് ഈക്വൽ ടു ആരാ വെക്ടർ എ ബി? -2i + 3j -6k. അതിനെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എങ്ങനെ മാഗ്നിറ്റ്യൂഡ് കാണാം? സ്ക്വയർ റൂട്ട് ഓഫ് a² + b² + c². ഓരോന്നിന്റെ സ്ക്വയർ സം ചെയ്യുക. -2ന്റെ സ്ക്വയർ എത്രയാ? 4. മാഗ്നിറ്റ്യൂഡ് കാണുന്ന രൂപമായത്. 3യുടെ സ്ക്വയർ 9, -6ന്റെ സ്ക്വയർ 36. ഓക്കെ, 36. അപ്പോൾ 36 + 4 40 + 9 49 അല്ലേ? ഇപ്പം എന്താ ആൻസർ കിട്ടിയിരിക്കുന്നത്? -2i + 3j -6k divided by square root of 49, that is 7. ഇതാണ് യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ ബി. അപ്പം മാഗ്നിറ്റ്യൂഡ് കാണുന്ന രൂപം മനസ്സിലായല്ലോ. xi + yj + zk ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് √(s² + y² + z²). യൂണിറ്റ് വെക്ടർ കാണാനുള്ള ഫോർമുല വെക്ടർ എ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ. കൃത്യമായിട്ട് മനസ്സിലാക്കുക. എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞു അല്ലേ? നമുക്ക് വളരെ സമയം പരിമിതമായതുകൊണ്ട് 2-3 ചോദ്യങ്ങൾ കൂടെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട് സമയം ലാഭിക്കാൻ വേണ്ടി. ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് ABC. അതിൻ്റെ വെർട്ടിസസ് തന്നിട്ടുണ്ട്. വെർട്ടിസസിൻ്റെ പൊസിഷൻ വെക്ടേഴ്സ് ആണ് തന്നത്. നോക്കൂ, 2i - j + k ആണ് എയുടെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ? എയുടെ കോർഡിനേറ്റ്സ് 2 - 1 1 ആണെന്നാണ്. ബിയുടെ പൊസിഷൻ വെക്ടർ i - 3j - 5k ആണെന്ന് പറഞ്ഞാൽ എൻ്റെ മീനിങ് അതിലെ കോർഡിനേറ്റ് 1 - 3 - 5 എന്നാണ്. അതേപോലെ ബാക്കിയുള്ളതും. അപ്പോൾ കോർഡിനേറ്റ് കിട്ടിയാൽ പൊസിഷൻ വെക്ടർ കിട്ടാൻ വേണ്ടി ijk കൊടുത്താൽ മതി. പൊസിഷൻ വെക്ടർ കിട്ടിയാൽ കോർഡിനേറ്റ് കിട്ടാൻ വേണ്ടി ijk ഒഴിവാക്കിയാൽ മതി. ശ്രദ്ധിക്കൂ, എ ബി സി റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് കാണിക്കണം. എന്താ ചെയ്യേണ്ടത്? 3 വെക്ടറും കാണണം, എ ബി കാണണം, ബി സി കാണണം, എ സി കാണണം. അതാണ് ഇവിടെ കണ്ടുവച്ചത്. ഓക്കെ, ശേഷം അതിന് ലെങ്ത് കാണണം, മാഗ്നിറ്റ്യൂഡ് കാണണം. അത് ഞാനിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. കണ്ടോ? മോഡ് എ ബി √41, മോഡ് ബി സി എല്ലാത്തിനും മാഗ്നിറ്റ്യൂഡ് കണ്ടു. നമുക്കറിയാം റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ആരാ ഓടി വരിക? പൈതഗോറസ് തിയറം അല്ലേ? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. അപ്പോൾ വലിയ സൈഡിൻ്റെ സ്ക്വയർ ഞാൻ കണ്ടപ്പോൾ എനിക്ക് 41 കിട്ടി. ബാക്കി രണ്ടുകൂടെ സമ്മ് ചെയ്തപ്പോൾ 6 + 35 41 എന്ന് കിട്ടി. രണ്ടും ഈക്വൽ അല്ലേ? അപ്പം പൈതഗോറസ് തിയറം ഒബേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് റൈറ്റ് ട്രയാങ്കിളാ. മനസ്സിലായല്ലോ? 3 വെക്ടറും കാണുന്നു, മാഗ്നിറ്റ്യൂഡ് കാണുന്നു, എന്നിട്ടോ പൈതഗോറസ് തിയറം ഒബേ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. നന്നായിട്ട് പഠിക്കണം കേട്ടാ. ശരി, അടുത്തൊരു ചോദ്യം നോക്കൂ. ഫൈൻഡ് ദി പൊസിഷൻ വെക്ടർ ഓഫ് ദി മിഡ് പോയിന്റ് ഓഫ് ദി വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ്. 2 പോയിന്റാണ് പിയും ക്യൂവും. അത് ജോയിൻ ചെയ്യുന്നതിൻ്റെ മിഡ് പോയിന്റാണ് കാണേണ്ടത്. നോക്കൂ, പിയുടെ പൊസിഷൻ വെക്ടർ എ ആണ്, ക്യൂയുടെ പൊസിഷൻ വെക്ടർ ബി ആണെന്ന് വിചാരിക്കുക. ആരാ മിഡ് പോയിന്റ് എന്നറിയോ? വെക്ടർ എ + വെക്ടർ ബി ഡിവൈഡ് ബൈ 2 ആണ്. എ പൊസിഷൻ വെക്ടർ ആണ്. പോയിന്റ് കിട്ടിയാൽ പൊസിഷൻ വെക്ടർ കിട്ടാൻ പ്രയാസമുണ്ടോ? 2i + 3j + 4k അല്ലേ? ബി ആരാ? 4i + j - 2k. അതാണ് ഞാനിവിടെ ചെയ്തത്. പൊസിഷൻ വെക്ടർ ഓഫ് മിഡ് പോയിന്റ് ഈ ഫോർമുല ഞാൻ ഉപയോഗിച്ചു. എക്ക് പകരം ഇവിടെ ijk കൊടുത്തു, ബിക്ക് പകരം ഇവിടെ ijk കൊടുത്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ശരി, ഇനി മറ്റൊരു ചോദ്യം നോക്കൂ. 2 പോയിന്റുകളാണ് പിയും ക്യൂവും. അതിനെ m/n എന്നുള്ള റേഷ്യോയിൽ 6 ഡിവൈഡ് ചെയ്താൽ 6ന്റെ പൊസിഷൻ വെക്ടർ എന്താണെന്ന് അറിയോ? mb + na/m+n സെക്ഷൻ ഫോർമുല എന്ന് പറയും. അത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. നോക്കൂ, 2 പോയിന്റ്, ഒന്ന് i + 2j - k. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് -i + j + k പൊസിഷൻ വെക്ടർ. ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 1:2. അപ്പോൾ എമ്മിന് നമുക്ക് 1 എന്ന് കൊടുക്കാം, എന്നിന് നമുക്ക് 2 എന്ന് കൊടുക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 1 × വെക്ടർ ബി. വെക്ടർ ബി രണ്ടാമത്തെ വെക്ടറാണ്. 1 ×
എം ബി എന്ന് പറയുമ്പോൾ എം ബി പ്ലസ് എൻ എ ഡിവൈഡ് ബൈ എം പ്ലസ് എൻ എന്ന് പറയുമ്പോൾ 2:1 അല്ലേ, m/n 2:1 ആണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇത് 2 ആണ്, ഇതാരാണ് 1 ആണ് കേട്ടോ. 2:1. അന്നേരം എന്താ വരിക പറ, 2 ഇൻറ്റു മൈനസ് ഐ പ്ലസ് ജെ പ്ലസ് കെ, പിന്നെ 1 ഇൻറ്റു ഫസ്റ്റ് ആരാ ഐ പ്ലസ് 2j മൈനസ് കെ ഡിവൈഡ് ബൈ 2+1. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. സിമ്പിൾ അല്ലേ, നന്നായിട്ട് മനസ്സിലാക്കുമല്ലോ. ഹോംവർക്ക്, വെക്ടർ പി ക്യൂവിൻ്റെ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. ആദ്യം വെക്ടർ പി ക്യൂ കാണാം, ശേഷം യൂണിറ്റ് വെക്ടർ കാണാം. ഓക്കെ, അടുത്ത എന്താ, ഫൈൻഡ് എ വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദിസ് വെക്ടർ ഹാസ് മാഗ്നിറ്റ്യൂഡ് 8. എന്താ നിങ്ങൾ ചെയ്യുക, ആദ്യം യൂണിറ്റ് വെക്ടർ കാണാം, എന്നിട്ട് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. കൃത്യമാണല്ലോ. ഇനി ഈ രണ്ട് വെക്ടർ കൊളീനിയർ ആണെന്ന് കാണിക്കണം. അതിന് 2 മാർഗങ്ങളുണ്ട്. ഒരു മാർഗം, ഒരു വെക്ടറിനെ ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള വെക്ടർ അല്ലെങ്കിൽ വലിയ വെക്ടർ എന്ന് പറയുന്നത്, ലെങ്ത് കൂടുതലുള്ള വെക്ടർ എന്ന് പറയുന്നത് 4i + 6j - 8k ആണല്ലോ. അതിൽ നമുക്ക് ആരെ പുറത്തെടുക്കാൻ പറ്റും, അതിൽ -2 പുറത്തെടുക്കാൻ പറ്റും. ഓക്കെ, -2 നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ അകത്ത് എന്താ ഉണ്ടാവുക, അകത്ത് പറ 2i ഉണ്ടാവും അല്ലേ. ദെൻ -3j എന്നുണ്ടാവും, -3j, ദെൻ +4k എന്നുണ്ടാവും അല്ലേ. ഇത് രണ്ടാമത്തെ വെക്ടർ ആരാ, ബ്രാക്കറ്റിനകത്തുള്ള വെക്ടർ ആദ്യത്തെ വെക്ടർ അല്ലേ. അപ്പോൾ ഒന്നിനെ രണ്ടാമത്തിൻ്റെ മൾട്ടിപ്പിൾ ആക്കി എഴുതാൻ പറ്റിയാൽ അവ കൊളീനിയർ ആണ് എന്ന് പറയാം. ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ പൈ ആയിരിക്കും. ഇതാണ് ഒരു മാർഗം. മറ്റൊരു മാർഗം എന്താണെന്ന് അറിയോ, a1/b1 = a2/b2 = a3/b3. അതായത് 2/-4 ഐയുടെ കോയിഫിഷ്യൻറ്റിനെ ഡിവൈഡ് ചെയ്തു, ജെയുടെ കോയിഫിഷ്യൻറ്റിനെ ഡിവൈഡ് ചെയ്തു, കെയുടെ കോയിഫിഷ്യൻറ്റിനെ ഡിവൈഡ് ചെയ്തു. എല്ലാം എന്താ കിട്ടുക, ഈക്വലായിട്ടാണ് കിട്ടുക. എല്ലാറ്റിൻ്റെയും സിംപ്ലിഫൈഡ് ഫോം 1/2 അല്ലേ. എല്ലാറ്റിൻ്റെയും സിംപ്ലിഫൈഡ് ഫോം എന്ന് പറയുന്നത് -1/2 ആണ്. എല്ലാറ്റിൻ്റെയും സിംപ്ലിഫൈഡ് ഫോം -1/2 ആണ് അല്ലേ. ആ രൂപത്തിലും പറയാം. 2 വെക്ടർ കൊളീനിയർ ആണെന്ന് കാണിക്കുന്ന 2 രൂപം മനസ്സിലായല്ലോ. ശരി, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് വൈകുന്നേരം കാണാം. നന്നായിട്ട് പഠിക്കണം, പരീക്ഷ വളരെ അടുത്തിട്ടുണ്ട്. വെക്ടർ പഠിച്ചാലേ 3Dയും കൂടെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.